നമസ്കാരം. ഒരേ സമയം 5 പോർമുഖങ്ങൾ തുറന്നിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞല്ലോ. ഏതാണ്ട് അതിങ്ങനെയാണ്. ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം തുടരുന്നു. വടക്കൻ അതിർത്തിയിൽ കാലാൾപ്പടയുണ്ട്. ലെബനൻ കടന്ന് കയറി വ്യോമാക്രമണം നടത്തുന്നു. ഇറാഖ് സിറിയൻ നീക്കത്തിനെതിരെ നാലാമത്തെ ഒരു കവാടമുണ്ട്. ഇറാന്റെ ആക്രമണം പ്രതീക്ഷിച്ചും ജാഗ്രതയുണ്ട്. സത്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസം രാത്രി എന്തിനാണ് ഇത്ര വലിയൊരു എയർ സ്ട്രൈക്ക് നടത്തിയത് എന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ? അത് വേറൊന്നിനുമല്ല, ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറായിട്ടുള്ള അലി കരാക്കിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ കരാക്കിക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും അയാളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ടും ഹിസ്ബുള്ള പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ തെക്കൻ ലെബനനിലെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറായിട്ടുള്ള മഹ്മൂദ് അൽ നദർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഹിസ്ബുള്ള ഭീകരർ കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങളാണ് തങ്ങൾ തകർത്തെറിഞ്ഞത് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുന്നു. ഹിസ്ബുള്ള സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം അവർ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നലെ നേരിട്ടതെന്നാണ് ഗാലന്റ് ചൂണ്ടിക്കാണിച്ചത്. ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് തെക്കൻ ലെബനനിലെ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്ന് ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്നലെ ഒറ്റ ദിവസം രാത്രി കൊണ്ട് 80,000 പേരാണ് പലായനം ചെയ്തത് എന്നാണ് അറിയുന്നത്. കൈക്കുഞ്ഞുങ്ങളും പ്രായമായ കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് പലരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നീക്കം ലെബനനുമായിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട്. പേജർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം ഇന്നലെ നടത്തിയ ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലെബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണെന്ന നിലപാടിലാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ ലോകം ആശങ്കയോടെയാണ് കാണുന്നത്. ഹിസ്ബുള്ളക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും പക്ഷം പിടിച്ചാൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റും. 2 പതിറ്റാണ്ടിന് ശേഷം ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. ഒരു യുദ്ധത്തിന് രാജ്യം ഒരിക്കലും താല്പര്യം കാട്ടിയിട്ടില്ല എന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കാൻ തങ്ങൾ എന്തും ചെയ്യുമെന്നുമാണ് ഇസ്രായേൽ സൈനിക വക്താവായ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പറഞ്ഞത്. മാസങ്ങളായി ഹിസ്ബുള്ള ഭീകരർ തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണോ സ്ഥിതിഗതികൾ നീങ്ങുന്നതെന്ന ചോദ്യത്തിന് യുദ്ധം ചെയ്യാൻ എപ്പോഴും ഇസ്രായേൽ പൂർണ്ണ സജ്ജരാണെന്നായിരുന്നു ഹഗാരിയുടെ മറുപടി. വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ സ്വന്തം നാട്ടുകാരെ എങ്ങനെയും സുരക്ഷിതമായി തിരികെ എത്തിക്കുക എന്നത് ഇസ്രായേൽ സേനയുടെ ദൗത്യമാണെന്ന് സൈനിക വക്താവ് പറയുന്നു. അതേസമയം ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി വിവിധ രാജ്യങ്ങളും എത്തി. അതിനിടയിൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിലവിലെ സ്ഥിതിഗതികൾ പ്രകാരം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയ മേധാവി ബോറെല്ലും ചൂണ്ടിക്കാട്ടി. ആയുധപ്പുര പോലുള്ള സൈനിക ആവശ്യങ്ങൾക്കായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവരോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഉടൻ മാറണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു. ലെബനനിൽ ആക്രമണം കടുപ്പിക്കുമെന്നും ഹഗാരി പറയുന്നു. ലെബനനിലേക്ക് കടന്നുകയറി തിരിച്ചടി നൽകാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞായറാഴ്ച ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വിപുലമായ റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ നടപടി. 150ഓളം റോക്കറ്റും മിസൈലും ഡ്രോണും വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തിരുന്നു. ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം ആഖിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയായിരുന്നു അത്. ലെബനനിൽ കരയാക്രമണത്തിന് ഇസ്രായേലിന് പദ്ധതിയില്ലെന്നും വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യമെന്നുമാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഗലീലിയയിലെ
ഇസ്രായേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ളയും അറിയിച്ചു. ഹൈഫയിൽ സ്ഥിതി ചെയ്യുന്ന റഫാൽ പ്രതിരോധ കമ്പനി ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായി. പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലും ഹിസ്ബുള്ളയും പരസ്പരം ആക്രമണം ശക്തമാക്കിയിരുന്നു. ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വടക്കൻ ഇസ്രായേലിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട താമസക്കാരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമുള്ളതെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞതായി റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ പുകയുയരുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു പിന്നാലെ ഇസ്രായേലിൽ നിന്ന് പൗരന്മാരോട് മടങ്ങാൻ ചൈന നിർദ്ദേശം നൽകി. എത്രയും വേഗം ഇസ്രായേൽ വിടണമെന്നാണ് ചൈനീസ് എംബസിയുടെ അറിയിപ്പിലുള്ളത്. പൗരന്മാർ തൽക്കാലം ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും ചൈനീസ് എംബസി കൂട്ടിച്ചേർത്തു. ഇസ്രായേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം സങ്കീർണവും പ്രവചനാതീതവുമാണ്. അതിനാൽ ചൈനീസ് പൗരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയോ ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നന്ദി.